പിന്നാലെ വരും LIC-ക്കാര്. അവരെന്താ ബൈത്തുൽ മാലാണിത്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഹറാമാണ്. ലൈഫ് ഇൻഷുറൻസ് ആ വിഷയം ഹറാമാണ്, പറ്റൂല. വാഹനം ലോൺ എടുത്ത് മേടിക്കാമോ? അത് ഇസ്ലാമിക് ഫൈനാൻസുകൾ എടുത്ത് മേടിച്ചോളി, ഹലാലാണ് ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന്. ഒരുമിച്ച് താമസിക്കുന്ന ഒരു അന്യമതക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല മുഅ്മിനീങ്ങൾ. അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഹലാലായ ചിക്കൻ കൊണ്ട് അങ്ങോട്ട് ഇവിടെ വാങ്ങുന്ന ചിക്കനല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയാണ് അയാൾ ഇറച്ചി വെക്കാണ് കഴിച്ചു, ഒരു കുഴപ്പമില്ല. അവരറുത്തത് പറ്റൂല, അതാ വിഷയം. അവര് മീൻ പിടിച്ചതാ പറ്റുമോ? പറ്റും. മീൻ അറക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മീൻ പിടിക്കാൻ പോണൊക്കെ അധികം മുക്കന്മാരൊക്കെ മുസ്ലിങ്ങളല്ലേ, അത് കുഴപ്പമില്ല. മത്സ്യത്തിന് കുഴപ്പമില്ല. ഇറച്ചി, മാംസം, ചിക്കൻ അവരർത്ഥതാണെങ്കിൽ പറ്റൂല. അവര് വാങ്ങിക്കൊണ്ടെന്നാ, പീടിന്ന് ഹലാലായ ഫുഡ് വാങ്ങിക്കൊണ്ടെന്നാ, വെച്ചോട്ടെ, കുഴപ്പമില്ല. എന്റെ അത്ഭുത വിഷയം ഇതൊന്നല്ല കേട്ടോ. ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല. 10 കൊല്ലോ 15 കൊല്ലോ റൂമിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാൾ 10-15 മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് 20 കൊല്ലായിട്ട് അയാൾക്ക് മുസ്ലിം ആവാൻ തോന്നുന്നില്ല എന്നാ. ഇതാ അത്ഭുതം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇസ്ലാം അവർക്ക് കിട്ടുന്നുണ്ടോ? എന്താ നമ്മളൊക്കെ ചിന്തത്? തിന്നാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ വലിയ ഉഷാറാ. ഇയാളെ നരകത്തേക്കായി മനുഷ്യൻ പോണത്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾ ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആനിന്റെ പരിഭാഷ, ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഈ മനുഷ്യനെ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല, അല്ലേ? പിന്നെ എന്ത് ദഅവത്താ നമ്മളൊക്കെ ചെയ്യുന്നത്? നമ്മളെ കൂടെ ഇരുന്നിട്ടൊക്കെ എങ്ങനെ ഒരു നന്നാവുക? ഇങ്ങനെ 10-25 കൊല്ലം റൂം കടന്ന ഹിന്ദുവാണെന്നൊക്കെ നമ്മൾ പറയുമ്പോ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ്. നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവർക്ക് നമുക്കൊക്കെ ഹിദായത്ത് അള്ളാഹു നൽകുമാറാകട്ടെ, അടിയുറപ്പ് ചേർത്ത് തരുമാറാകട്ടെ. നമ്മൾ ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് വിഷയങ്ങൾ